ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഇന്ന് മൺഡേ ആണ്, പുതിയ വീക്കാണ്. നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഞാൻ ക്രോസ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്ത ചില ട്രേഡ്സുകളൊന്നും എക്സിക്യൂട്ട് ആയിട്ടില്ല. പ്രോപ്പറായിട്ട് ട്രേഡ്സ് കിട്ടിയിട്ടില്ല. പക്ഷേ സ്റ്റോപ്പ് ലോസിന്റെ എണ്ണം കുറവാണ്. സ്റ്റോപ്പ് ലോസ് അടിച്ച ട്രേഡ്സും അതുപോലെ തന്നെ ടാർഗറ്റിൽ വന്ന ട്രേഡ്സും കൂടെ വെച്ച് ബാലൻസ് ചെയ്ത് നോക്കുന്ന ടൈമിൽ ഓവറോൾ ചെറിയ പെർസെൻറ്റേജ് പ്രോഫിറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് അത് തന്നെയാണ് വേണ്ടത്. ലോസ് ഇല്ലാണ്ട് ട്രേഡിംഗിൽ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പ്ലാനിങ്സും അതിന്റെ ആഫ്റ്റർ ട്രേഡ് വന്നതും കൂടിയിട്ട് എന്ത് ചെയ്യാം, ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, സെറ്റ് ആക്കാം. നിങ്ങൾക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ കുറച്ചും കൂടെ അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇന്ന് എങ്ങനെ മാർക്കറ്റ് പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫ്രൈഡേ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡേ നമുക്ക് കൂടുതൽ ട്രേഡ് കിട്ടിയിട്ടില്ല. മാർക്കറ്റൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തിട്ടില്ല, വലിയ റേഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ പോലെ ആ റേഞ്ചിന്റെ ഡിസ്കൗണ്ടിലോട്ടൊന്നും മാർക്കറ്റ് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഏരിയയിലോട്ടൊന്നും എത്താണ്ട് പുതിയ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയത്. പുതിയ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് ട്രേഡ്സ് കാര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുമുണ്ട്. നമ്മൾ ഗോൾഡിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഓവറോൾ മാർക്കറ്റ് അപ്സൈഡിലേക്ക് തിരിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ബൈ എൻട്രി ആണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലോ ടു ഈ ഒരു ഹൈനെ നമ്മൾ ഇക്വിലിബ്രിയം ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ടിലോട്ട് വന്നിട്ട് ഇവിടുന്നൊക്കെ ഒരു ബൈ സൈഡ് എൻട്രി നമ്മൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് നേരെ എന്ത് ചെയ്തു, അങ്ങോട്ടൊന്നും വരാൻ വേണ്ടി നിന്നില്ല. കാരണം നല്ല പമ്പിങ് പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, പുതിയ ഏരിയ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, പുതിയ ഏരിയ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഫൈനലി നോക്കുന്ന ടൈമിൽ ഈ ഒരു റേഞ്ച് ഇവിടെ ഇൻവാലിഡ് ആയി. അപ്പൊ ലാസ്റ്റ് നമ്മൾ ഫ്രൈഡേ നോക്കിയ ട്രേഡ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. മാർക്കറ്റ് അങ്ങോട്ട് വന്നില്ല. പകരം പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പോയി, പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കി. ദെൻ ഇവിടെ മാർക്കറ്റിൽ വീണ്ടും എന്ത് ചെയ്തു, ഒരു പുതിയ ഒരു ഹയർ ഹൈ എന്ത് ചെയ്തു, ഫോം ചെയ്തു. ഇതിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആക്കിയിട്ട് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് അല്ലേ. ഇപ്പൊ ലേറ്റസ്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഹൈ ഇതായിരുന്നു, ആ ഹൈന്റെ ലോ ഇതായിരുന്നു. ലാസ്റ്റ് ഉണ്ടാക്കിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ തൊട്ട് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ലോ പോയിന്റ് അല്ലേ. ഇതിനെ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. വിച്ച് മീൻസ് മാർക്കറ്റ് എന്തിലോട്ട് തന്നെ റിവേഴ്സ് ആയി, ഡൗൺ ട്രെൻഡിലോട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ആയിട്ടുണ്ട്. വിച്ച് മീൻസ് 50 മിനിറ്റ് ഇപ്പൊ നിൽക്കുന്നത് ഡൗൺ സൈഡ് ട്രെൻഡിലാണ്. മാർക്കറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു, ഇവിടെ ഈ ഒരു ലോ കൺഫേം ആയിട്ട് ഈ ഒരു ലോ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തു, കൺഫേം ആയി. സോ നമ്മളൊരു സ്വിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ ആണ്. ഇതിനെയാണ് നമ്മൾ ഇവിടെ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ട്രേഡിംഗ് റേഞ്ച് ആക്കിയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത് അല്ലെ. ഇവിടെ മാർക്കറ്റിൽ ഇങ്ങനെ ലിക്വിഡിറ്റീസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, പോകുന്നത് അല്ലെ. ഇപ്പൊ 15 മിനിറ്റിലിട്ട് 5 മിനിറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാം ഇവിടെ ഇങ്ങനെ സ്ട്രക്ചർ ലിക്വിഡിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതൊക്കെ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, മാർക്കറ്റ് താഴത്തോട്ട് വരും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്കറിയാം മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഫ്രം ദ ലിക്വിഡിറ്റി ടു ദ ലിക്വിഡിറ്റി. ഓക്കെ, മാർക്കറ്റിൽ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് മാർക്കറ്റ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ട് വീണ്ടും പുതിയ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് മൂവ് ഓൺ ചെയ്യും. സോ ഇവിടെ മാർക്കറ്റിൽ ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളൊരു സെൽ എൻട്രി ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു ഏരിയനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഏരിയന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇത് വലിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ റിഫൈൻ ചെയ്യാം. ഓക്കെ, ഈ 15 മിനിറ്റിനെ ഇതിന്റെ ഉള്ളിലുള്ള 5 മിനിറ്റ് പോയിന്റ് 1 മിനിറ്റ് പോയിന്റ്സുകളൊക്കെ നോക്കിയിട്ട് ഈ ഒരു ഹാഫ് പോർഷന്റെ അവിടെ ഞാൻ എപ്പോഴും ഈ ഒരു ഡയറക്റ്റ് എൻട്രിക്ക് പകരം, വലിയ ഏരിയസ് ആണെങ്കിൽ ഡയറക്റ്റ് എൻട്രിക്ക് പകരം ഈ ഒരു ഹാഫിന്റെ മുകളിലുള്ള അല്ലെങ്കിൽ ഒരു ഹാഫ് സൈഡിലുള്ള ഏരിയാസിലാണ് ഞാൻ എന്ത് ചെയ്യുക, കൂടുതൽ എൻട്രി പോയിന്റ്സുകൾ എന്ത് ചെയ്യുക, സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ 1 മിനിറ്റ് പോയിന്റ്, ഇപ്പൊ നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ഈ ഒരു 15 മിനിറ്റ് RB, 15 മിനിറ്റ് RB നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ RB മാർക്ക് ചെയ്ത പോയിന്റുകളിലൊക്കെ ഉണ്ടാകും 1 മിനിറ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കുകൾ, പോയിന്റുകളൊക്കെ ഉണ്ടാവും. ആ പോയിന്റ് റിഫൈൻ ചെയ്തെടുത്തിട്ട് അവിടുന്ന് ഡയറക്റ്റ് എൻട്രി എന്ത് ചെയ്യുക, കയറുക. മാർക്കറ്റ് ഇവിടെ നിന്നുള്ള മൂവ്മെന്റ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ലോ റിസ്ക് എൻട്രിയോ മീഡിയം റിസ്ക് എൻട്രിയോ അല്ലെങ്കിൽ ഹൈ റിസ്ക് എൻട്രിയോ, ഹൈ റിസ്ക് എൻട്രി എന്തായാലും ഇവിടെ കയറണ്ട, മീഡിയം റിസ്ക് എൻട്രിയോ ലോ റിസ്ക് എൻട്രിയോ മാത്രം എന്ത് ചെയ്യാം, ഇവിടുന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗോൾഡിൽ നമ്മൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, സെറ്റ് ആക്കുന്നത്. ഇൻ കേസ് ഇത് മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്സൈഡ് ഡയറക്ഷനിലായിട്ടാണ് നോക്കും. കാരണം ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റീസിനൊക്കെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഓൾറെഡി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റീസ് മാർക്കറ്റ് എന്ത് ചെയ്തു, കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ടാണ് ആ ഒരു ബൈ സൈഡ് എൻട്രി എന്ത് ചെയ്ത് കയറിയത്. നമ്മളിപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് മാർക്കറ്റ് ഓൾറെഡി ഡൗണിൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ ഇവിടെ ലിക്വിഡിറ്റീസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഡൗൺ സൈഡ് എൻട്രി എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത് എന്നുള്ളത് ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ദെൻ GBP USD യിലും ഇന്നലെ ഒരു ഞാനൊരു ട്രാജിക് മൂവ്മെന്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ് അപ്സൈഡിലാണ്, ബൈ എൻട്രി ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. നമ്മൾ ഇവിടെ ആയിരുന്നു നമ്മൾ ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ താഴെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഐ തിങ്ക് ഞാൻ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു ട്രേഡ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ് ഉണ്ട്, ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റ് പോകുന്നുള്ളതായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങോട്ട് വന്നു. മാർക്കറ്റ് ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്,
നമ്മളൊരു 7 പിപ്സ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1:2 ഒക്കെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രിഗർ ആയിട്ട് ഈ ഒരു ഏരിയ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. 1:2, അതായത് ഒരു 10 പിപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1:2 ഉണ്ടാവില്ല, 1:1ന്റെ എബോ ഉണ്ടാകും. മാക്സിമം 1:2 സോറി മാക്സിമം 10 പിപ്പൊക്കെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. പക്ഷെ ഇത് ഒരിക്കലും ഡയറക്റ്റ് എൻട്രി ഇവിടുന്ന് കയറരുത്. ഓക്കെ, നമ്മൾ എന്തായാലും ഒരു കണ്ടിന്യൂഷൻ എൻട്രി കാര്യങ്ങളായിരിക്കും ലോവർ ടൈം ഫ്രെയിമിൽ റിഫൈൻ ചെയ്തിട്ടുള്ള ഏരിയാസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ ഒരു 6 പിപ്പൊക്കെയാണ് ഞാൻ പേഴ്സണലി എന്ത് ചെയ്യാറ്, കീപ്പ് ചെയ്യാറ്. അങ്ങനെ വെക്കുന്ന ടൈമിൽ ഒരു 1:2 വരെ മാർക്കറ്റ് പോയിട്ടാണ് പിന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ വളട്ടൈൽ ആയിട്ട് എന്ത് ചെയ്തത്, പോയത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടുന്ന് ബൈ സൈഡ് പോയി കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യാനാണ് മാർക്കറ്റ് പോകുക എന്നുള്ളതാണ് നമ്മളെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ മാർക്കറ്റ് ഒരു 1:2 വരെയൊക്കെ പോയിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് നേരെ എന്ത് ചെയ്തു, റിവേഴ്സ് വന്നു. ദെൻ ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ ഒന്നും മാർക്കറ്റ് എന്ത് ചെയ്തില്ല, നിന്നില്ല. അത് കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഡൗണിലോട്ട് തിരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയാറ് ഒരു 1:2 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യുക, അതായത് റിസ്ക് ഫ്രീ ആക്കുക. 1:2 വരെ പോയ ഒരു ട്രേഡുമേ പിന്നെ അത് സ്റ്റോപ്പ് ലോസിലോട്ട് പോയിട്ട് എന്ത് ചെയ്യരുത്, അതിന് നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മളെ ക്യാപിറ്റലിന് എന്ത് ചെയ്യരുത്, ലോസിലോട്ട് പോകരുത്. 1:2 വരെ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ലോസിലോട്ട് ഉള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ഒരു ലോസ് വരുത്തരുത്, കിട്ടിയ പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ സേഫ് ആവാൻ നിൽക്കാം. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ശരിക്കും ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഈവൻ ആണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, ഹിറ്റായി പോകേണ്ടത്. അതായത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, അല്ലാണ്ട് അവിടെ നമ്മളെ ക്യാപിറ്റൽ ഒരു രൂപ പോലും എന്ത് ചെയ്യാൻ പാടില്ല, ലോസ് പോകാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സിനാരിയോസ് വരാം. നമ്മൾ വലിയ റിവാർഡ് വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന മാർക്കറ്റ് അങ്ങോട്ട് എത്തണമെന്നൊന്നുമില്ല, അത് ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റ് വരാം. അങ്ങനെ മാനിപ്പുലേഷൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും, ഫ്രൈഡേ ആണ്, പിന്നെ വോളിയം കുറഞ്ഞ ടൈമുകളാണ്, അപ്പോൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിന്റെ പാർട്ടാക്കിയിട്ട് തന്നെ വിട്ടു കൊടുക്കാം. സോ ഇതൊരു ബ്രേക്ക് ഈവൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്, ബ്രേക്ക് ഈവൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് അന്ന് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ ഇന്ന് മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ഓവറോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പൊ എന്തായാലും ഡൗൺ സൈഡിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിഞ്ഞിട്ടുണ്ട് അല്ലെ. ലാസ്റ്റ് ഉണ്ടാക്കിയ ഹയർ ഹൈ, അതിന്റെ ഹയർ ലോ പോയിന്റ് ആയിട്ട് ഇതിനാണ് എടുക്കുക. ഈ ഒരു ഏരിയനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ എന്ത് ചെയ്തു, മാർക്കറ്റിൽ വന്നിട്ടുണ്ട്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട് അല്ലെ. പിന്നെ ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ്, ഏഷ്യന്റെ ഹൈ ലിക്വിഡിറ്റി ഉണ്ട് ഇവിടെ, ഇതൊക്കെ സ്ട്രക്ചർ ലിക്വിഡിറ്റീസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലെ. ഇത്രയും ഏരിയാസ് ഇവിടെ ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ഒരു അപ്സൈഡ് എൻട്രിയോട്ട് പോയിട്ട് ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുക, താഴത്തോട്ട് വരിക അല്ലെ. നമ്മളെ മെയിൻ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, സെൽ എൻട്രി ആണ്. കാരണം മാർക്കറ്റ് എന്തിലാണ് നിൽക്കുന്നത്, ഡൗൺ ട്രേഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് ഇന്റേണൽ ഒക്കെ തരികയാണ്, ഇവിടെ ഇത്രയും ലിക്വിഡിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൗണ്ടർ എൻട്രി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നോക്കാം. കുറച്ച് റിസ്കി ആയിരിക്കും, കാരണം ട്രെൻഡിന് അഗെയിൻസ്റ്റ് ഉള്ള ട്രേഡ് ആണ്. പക്ഷെ ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് ഈ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് വേണ്ടത്രയുള്ള കൺഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ട് മാർക്കറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പുൾ ബാക്ക് എൻട്രി നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ടർ എൻട്രി ആയിട്ട് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നോക്കാം, റിസ്ക് കുറച്ചിട്ട്. പ്രൈം എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഏത് എൻട്രി തന്നെയാണ്, സെൽ എൻട്രി തന്നെയാണ് അല്ലെ. സെൽ എൻട്രി നോക്കുന്ന ടൈമിൽ ഇവിടെ 3 ലിക്വിഡിറ്റീസ് ഉണ്ട്, ഇതൊക്കെ ക്ലിയർ ചെയ്ത് ഇതിന്റെ മേലുള്ള ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാത്രമാണ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്തത്, കൺസിഡർ ചെയ്ത്. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു സെല്ല് കിട്ടണം, കാരണം അത്യാവശ്യം വലിയ മൂവ്മെന്റ് ഉണ്ട്, ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ ക്ലിയർ ചെയ്യും. പിന്നെ ഇതിന്റെ മേലെ ഞാൻ അതിനുള്ള ഇനഫ് ലിക്വിഡിറ്റീസ് ഒന്നും ഇല്ല. സോ ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെല്ലിനുള്ളതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ സെല്ല് കൊണ്ടുവരും. അപ്പൊ ഇതുവരെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ കൗണ്ടർ എൻട്രി ആയിട്ട്, റിസ്ക് ഉള്ള എൻട്രി ആണ്, അപ്പൊ റിസ്ക് കുറച്ചിട്ടുള്ള എൻട്രി ആക്കിയിട്ട് എന്ത് ചെയ്യാം, അതായത് നമ്മളെ റിസ്ക് കുറച്ചിട്ട് എന്ത് ചെയ്യാം, എൻട്രി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ GBP USD നമ്മളെ പ്ലാൻ. ദെൻ യൂറോ USD നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞത് മാർക്കറ്റ് അപ്സൈഡിൽ ആണ്. ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഇതിന് തട്ടിയിട്ട് മാർക്കറ്റിൽ ഇവിടുന്ന് ഡയറക്റ്റ് എൻട്രി നോക്കണ്ട, ഇവിടുന്ന് ഡയറക്റ്റ് എൻട്രി നോക്കാന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ചെറിയ പിപ്പ് സൈസിന് മാർക്കറ്റ് ഇത് ടച്ച് ചെയ്യാണ്ട് എന്ത് ചെയ്തു, മാർക്കറ്റിൽ അത് കയറി പോയി അല്ലെ. കയറി പോയ സ്ഥിതിക്ക് പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇന്റേണൽസ് ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്ത് ഇന്റേണൽ അപ് ട്രെൻഡിക്ക് മാർക്കറ്റ് തിരിഞ്ഞിട്ടുണ്ട്. സോ മാർക്കറ്റിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ എടുത്തിട്ട് തന്നെ മാർക്കറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യാം, കയറി പോകാം. നമ്മൾ ബൈ സൈഡ് എൻട്രി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്ലാൻ തന്നെ എന്ത് ചെയ്യാം, ഇന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനുള്ളിൽ വേറെ പ്ലാൻസ് ഒന്നും കാണുന്നില്ല. അപ്പൊ ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് ആക്കി എടുത്തിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള പ്ലാൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഡിസ്കൗണ്ടിൽ എത്തിയിട്ടുള്ള ഈ ഒരു ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ബൈ സൈഡ് എൻട്രി ആയിട്ട് എന്ത് ചെയ്യാം, ഇതിനെ ഫോക്കസ് ചെയ്യാം. കാരണം ഓവറോൾ മാർക്കറ്റ് എന്താണ്, അപ് ട്രെൻഡിലാണ്, മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഡൗണിലോട്ടൊന്നും തിരിഞ്ഞിട്ടില്ല. ഓക്കെ, ഇതാണ് നമ്മളെ ഇന്നത്തെ നമ്മളെ 3 പേഴ്സിലുള്ള പ്ലാനിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക്ഔട്ട് ആവുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ അനാലിസിസ് കൂടെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ നല്ല ട്രേഡിംഗ് പ്ലാൻസ് നോക്കുക, ഓപ്പർച്യൂണിറ്റീസിൽ എന്ത് ചെയ്യാം, കോൺഫിഡന്റ് ആയിട്ട് തന്നെ എൻ്റർ ആവാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.